നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ടെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയവന് പറ്റിയ അബദ്ധമൊന്നുമല്ല, ആരോ ചെയ്യിപ്പിച്ചതാ. എന്റെ അമ്മയെ രോഗിയാക്കിയിട്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു. അമ്മ വിഷമിക്കാതിരിക്കെ. പിന്നെ നമുക്ക് ഈ വഴി ചില സ്കാനിംഗ് സെന്ററുകളിൽ ഒന്ന് പോണം. വൈദ്യര് പറഞ്ഞ കാര്യം സ്കാൻ ചെയ്തൊന്ന് ഉറപ്പുവരുത്തണം. ഇതിന്റെ പിന്നിലെ കള്ളക്കളി കണ്ടെത്തിയേ പറ്റൂ. ഇതിന്റെ പിന്നിൽ അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. ചേട്ടാ, നമുക്ക് പോകുന്ന വഴിക്ക് സ്കാനിംഗ് സെന്ററിൽ ഒന്ന് കയറണം. അതിന്റെ ഫ്രണ്ടിലൊന്ന് നിർത്തണേ. ഓക്കെ മാഡം. അമ്മയുടെ കാര്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമായിരുന്നു. ശരി മാഡം. എന്റെ മീനാക്ഷി, ആരാണ് ഏത് സ്കാനിംഗ് സെന്ററിൽ നിന്നാണ് ഈ പഴയ റിപ്പോർട്ട് കിട്ടിയത്? അവരുടെ പേരിൽ കേസ് കൊടുക്കണം. ഈ റിപ്പോർട്ടുകൾ പ്രകാരം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഇല്ല. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്. എന്റെ അമ്മയ്ക്ക് രോഗമില്ലെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ മീരയ്ക്ക് ആ റിപ്പോർട്ട് അയച്ചു തന്നത്. എന്നാ ശരി, വെക്കട്ടെ. ശരി മീനാക്ഷി. ഹലോ ഡോക്ടർ. ഒരു രോഗമില്ലാത്ത ഒരാളെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റിയ ആ ഹോസ്പിറ്റലിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. നന്ദിനി ദേവിക്ക് ക്യാൻസർ ഒന്നുമില്ല. ഈ 2 റിപ്പോർട്ടുകളും ഞാൻ പരിശോധിച്ചതാ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. നീ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ആർക്കും ഫോൺ ചെയ്യായിരുന്നു? ഞാൻ എന്റെ ഏറ്റവും അടുത്ത പരിചയക്കാരായ 2 ഡോക്ടേഴ്സിനോട് സംസാരിക്കായിരുന്നു. ഞാനത് പറഞ്ഞപ്പോഴേ ഇവിടെ ചിലര് ഞെട്ടി. എന്താ? ഒന്നുമില്ല. നീ കാര്യം പറ മീനാക്ഷി കൊച്ചേ. കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാരും കുറെ കരയുകയും കുറെ വിഷമിക്കുകയും ചെയ്തു. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന തെറ്റിദ്ധാരണയിൽ. എന്നാ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല. ഈശ്വരാ. ഞാൻ എന്റെ അമ്മയെ ചിലയിടത്ത് കൊണ്ടുപോയി വീണ്ടും ടെസ്റ്റുകൾ നടത്തി. 1 അല്ല 2 സ്ഥലത്ത്. ദാ റിപ്പോർട്ടുകൾ. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല. എവിടെ നോക്കട്ടെ. എന്റെ പൊന്നു മോളെ, ഇതറിഞ്ഞത് മുതൽ ഈ അമ്മ ഉറങ്ങിയിട്ടില്ല മോളെ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മ, എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു എന്ന വിവരം ഞാൻ അറിയുന്നത് മീനാക്ഷി പറഞ്ഞപ്പോഴാ. അപ്പോ ദേവമ്മയുടെ രോഗത്തിന് പിന്നിലും എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അല്ലേ? ഉറപ്പല്ലേ? അത് ടെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയവന് പറ്റിയ അബദ്ധമൊന്നുമല്ല, ആരോ ചെയ്യിപ്പിച്ചതാ. എന്റെ അമ്മയെ രോഗിയാക്കിയിട്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു. ദൈവം നമ്മളെ കൈവിടില്ല മോളെ. നന്ദിനിയിടത്തെ ക്യാൻസർ രോഗിയാക്കിയതിന്റെ പിന്നിൽ ഇനി ഇവളാണോ ഈ മൈഥിലി? റിപ്പോർട്ട് നിനക്ക് വായിക്കണ്ടേ? നീയും കൂടി വായിക്കേ. അതിപ്പോ ദേവമ്മയ്ക്ക് രോഗമില്ലെന്ന് ഇവിടെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാനെന്ത് വായിക്കാനാ? ഇങ്ങനെ ഇല്ലാത്ത കഥ ചമച്ച് ആരാ നമ്മളെ ചതിച്ചത്?
ഇതിന്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചനയുണ്ടെങ്കിലും അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ വീട്ടിൽ നന്ദിനിയോട് ഏറ്റവും കൂടുതൽ പകയുള്ളത് മാലതിക്ക. ഇവക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അന്വേഷിക്കണം. ദേ അമ്മേ, ആവശ്യമില്ല തന്നെ പഴിക്കരുതേ. നന്ദിനി അടുത്തേക്ക് രോഗമുണ്ടെന്ന് അറിയുന്നതന്നെ ഇപ്പോഴാ. ഓ, ഇതിന്റെ പിന്നിൽ ഉറപ്പായും ഒരു ഗൂഢാലോചനയുണ്ട്. അതുണ്ടായത് ഈ വീട്ടിൽ നിന്നാ. ഇനി ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മളെ ചതിക്കുന്നവരാരായാലും അവരെ വെറുതെ വിട്ടുകൂടാ. ഇത് വ്യക്തമായ പ്ലാനിങ്ങോടെ വളരെ കണക്കുകൂട്ടി ഈ വീട്ടിനകത്ത് നിന്ന് തന്നെ തയ്യാറാക്കുന്ന തിരക്കഥയാണ്. വെറുതെ സംശയത്തിന്റെ പേരിൽ ഒന്നും പറയരുത്. അതാരാണെന്ന് തെളിച്ച് പറയണം. ഇതിന്റെ പിന്നിൽ ആ വൈശാഖിന്റെ കൈകളും ഉണ്ട്. വൈശാഖിന്റെ കൈകളുണ്ടെങ്കിൽ മാലതിയോ മൈഥിലിയോ അറിയാതെ ഈ ചതി നടക്കില്ല. ദേ നന്ദിനി അടുത്തി, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. അത് വെറുതെ ഇല്ലാതാക്കരുതേ. ശരിയാ, വൈശാഖുമായിട്ട് ഞാൻ ഒളിച്ചോടിയത് സത്യം തന്നെയാ. പക്ഷെ അവനുമായിട്ട് എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. വെറുതെ എന്നെ കുരിശുമേ കേട്ടല്ലേ. നീ പറയുന്നതേ കല്ല് വെച്ച നുണകളാ. വൈശാഖുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവള് ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യവും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇവളെ എങ്ങനെ വെറുതെ വിട്ടുകൂടാ? പല പ്രാവശ്യം ഇത്രയും ചതിയും വഞ്ചനയും ഇവിളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഇവരോട് ക്ഷമിക്കുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? കാർത്തിയേട്ടന് വ്യക്തമായ തെളിവുകൾ കിട്ടണം. അല്ലാതെ ആരെയും ഒന്നും ചെയ്യില്ല. ഒരു വഴക്കും കൂടാതെ ഇവളിൽ നിന്ന് എന്നേക്കുമായി എനിക്ക് പിരിയണം. അതിന് ഞാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലേ രാജലക്ഷ്മിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ മകളെ ക്യാൻസർ പേഷ്യന്റ് ആക്കാൻ ശ്രമിച്ചത് ഇവളാണെങ്കിൽ ഇവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. വൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്ന് പറയരുത്. അയ്യോ, നിന്റെ ഫോണിങ് തന്നെ. ഫോണിങ് തരാൻ. എന്തിനാ എന്റെ ഫോൺ നിനക്ക്? ഇപ്പൊ ഞാൻ ഫോൺ ചോദിച്ചത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ? ഫോൺ ഒരാളുടെ സ്വകാര്യതയാ, അതൊന്നും തരാൻ പറ്റത്തില്ല. ഫോൺ അങ്ങോട്ട് കൊടുക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.